ഇന്നത്തെ ദിവസം എനിക്കും സിസ്റ്ററിനും ഒന്ന് പുറത്ത് പോകാനുണ്ടായിനി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസും കൂടി തുടങ്ങുകയാണ്. അപ്പോൾ ഉപ്പ തലേ ദിവസം നല്ല ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഉമ്മച്ചി എൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് പപ്പായൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്ന സിസ്റ്ററിനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സൺഡേ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട്. അപ്പോൾ സിസ്റ്ററിന് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ വളരെ കുറവാണ്. എപ്പോഴും അവൾ കോളേജിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ടോപ്പ് പാൻറ്റ് അങ്ങനെ എപ്പോഴും എടുക്കല്. അപ്പോൾ ഒരു പാർട്ടി വെയർ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലൂനെ ഞാൻ അംഗൻവാടിയിലാക്കിയിട്ടാണ് പോണത്, ഓനെ കൊണ്ടുപോകണില്ല. അപ്പോൾ 10:30 ആയപ്പോൾ ഓനെ അംഗൻവാടിയെ കൊണ്ടാക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കയറ്റം കയറി കുറച്ചൊന്ന് നടന്നാൽ തന്നെ അംഗൻവാടിയാണ്, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അംഗൻവാടിയൊക്കെ പോണ വഴിക്കലൊരു വീട്ടിൽ ഇതുപോലെ പൂച്ചവാല് എന്നാണ് ഞങ്ങളിതിന് പറയുക, ഈ ഒരു ചെടിയുണ്ട്. അപ്പോൾ ഇതുമെന്ന് പൂച്ചവാല് പറിച്ചിട്ടാണ് ഓൻ എന്നും പോവുക. അപ്പോൾ വലുത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാശി പിടിക്കുകയാണ്. പിന്നെ പോരണ വഴിക്ക് അതുപോലെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ചുള്ളിക്കതിൽ ഇന്ന് കായൊന്നുമില്ല, തലേദിവസം ഞാൻ പോയപ്പോൾ അതിൽ കായൊക്കെ ഉണ്ടായിനി, അത് പറിച്ച് തിന്നിട്ടുണ്ടായിനി. പിന്നെ അതുപോലെ ഈ ഒരു വൈറ്റ് പൂവ് നമ്മൾക്ക് സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഇത് പറിച്ചിട്ട് പുതിയാപ്പിള വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് സൂര്യനാണോ തപ്പപ്പുഴയാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ശരിയായ ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ പോരുന്ന വഴിക്കൊരു പുളിമരം ഉണ്ട്, അവിടുന്ന് പുളിയൊക്കെ പൊറുക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത്. വന്ന പാടെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടു. ഞാൻ അവനെ അംഗൻവാടിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ ഉമ്മച്ചി ഉപ്പേരിയും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചീരുപ്പേരിയും പിന്നെ പപ്പായ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള കറി, ഇത് രണ്ടുമാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് മീനും ബീഫും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പപ്പടവും പൊരിച്ച്, അതായിരുന്നു അന്നത്തെ ലഞ്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. പോകുമ്പോൾ ഞാനിത് എനിക്ക് ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് ഇടുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ആക്ച്വലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ ഇതിലെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയപ്പോൾ വീട്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിന് വെറും 1300 രൂപയായിട്ടുള്ളൂ. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഞാൻ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിന് ഞാനൊരു 10,000 രൂപേൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബാഗിനകത്തുള്ളതാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ്. ആക്ച്വലി അതിൻ്റെ ബാഗിൻ്റെ കൈ പൊട്ടിപ്പോയപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. റീസെൻ്റ്ലി ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഡോട്ട്&കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓൾമോസ്റ്റ് തീരാറായി. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പിശുക്കിയാണ് ഉപയോഗിക്കൽ. ഇതൊരു വൈറ്റ് ക്രീമി കൺസിസ്റ്റൻസിയാണ്. ലിപ് ബാം ഇടാതെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഭയങ്കര ബോറായിക്കാരം, ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. ഇതാണ് എൻ്റെ ലിപ് ബാം. അതുപോലെ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് മാർസിൻ്റെ ലിപ്സ്റ്റിക്ക്. അതിൻ്റെ മേലത്തില്ല മാർസ് എന്നുള്ള ഒരു മാർക്കൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. മാർസിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് പേര് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം കവറേജ് കിട്ടുന്ന ഒരു ക്രീം, BB ക്രീം എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പോൺസിൻ്റെ BB ക്രീമാണ് യൂസ് ചെയ്യൽ. ഇതല്ലാതെ എൻ്റെ കയ്യിൽ ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ഭയങ്കര കല്യാണം അങ്ങനെയൊക്കെ ആകുമ്പോൾ യൂസ് ചെയ്യലുള്ളൂ. ഒരു നോർമൽ യൂസിനാണെങ്കിൽ എപ്പോഴും പോൺസിൻ്റെ BB ക്രീമും പോൺസിൻ്റെ പൗഡറും ഇത് രണ്ടുമാണ് ഉപയോഗിക്കൽ. എൻ്റെ പുരികം പിന്നെ ഭയങ്കര കളറുള്ളൊരു പുരികമല്ല. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ഐബ്രോ വാങ്ങിച്ചിട്ടുള്ളത്. എപ്പോഴും ഐബ്രോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നലുണ്ടായിന്. ഇപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടിയത്. പിന്നെ ഒരുപാട് കാലമായി മുകളിൽ ഐലൈനർ എഴുതിയിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ മുകളിലും ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. കോളേജിലേക്കൊക്കെ പോണ സമയത്ത് ഞാൻ ഈ കാജലിൻ്റെ സ്റ്റിക്കൊന്നും ഉപയോഗിക്കലില്ല ഇനി. അപ്പോൾ ഐലൈനർ വെച്ചിട്ട് തന്നെ മുകളിലും താഴെയൊക്കെ എഴുതലുണ്ടായിനി. ഇപ്പോൾ കുറച്ചായിട്ട് കാജലിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് താഴെ എഴുതിയിട്ടാണ് പോകാൻ പറ്റുക. അപ്പോൾ അത് മാത്രം എഴുതിയിട്ട് അങ്ങനെ പോകും, അതാണ് ചെയ്യൽ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാനും സിസ്റ്ററും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് ഒരു 1.5 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ കിട്ടുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. റിട്ടേൺ പോകുന്ന ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങാടി വരെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങാടിയിലെത്തിയിട്ട് ബസ് കയറിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് ഞങ്ങൾ തുറക്കലുള്ള പുതിയൊരു സിറോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പൊക്കെ പോകാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ തുറക്കൽ ഇറങ്ങിയിട്ട് ഒന്ന് അങ്ങോട്ട് നടക്കാനുണ്ട് കുറച്ച്. നമ്മുടെ ഹന്ന മെറ്റേണിറ്റി കോർണറിൻ്റെ സൈഡിലായിട്ടാണ് സിറോഷി വരുന്നത്. പുതിയ ഷോപ്പായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സംശയിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോൾ നല്ലോണം അത്ഭുതപ്പെട്ടു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അവർക്ക് ഷറാറ മോഡൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഏത് കളർ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്.
ഡ്രസ്സ് എടുക്കാൻ പോയത് ഓൾക്കാണെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ട്രയലും ഞാനും ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പർപ്പിൾ കളർ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു കളർ ഡ്രസ്സ് എനിക്കില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് നല്ലോണം ട്രയലൊക്കെ ചെയ്ത് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ മുകളിലൊക്കെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. മഞ്ചേരിയിൽ നിന്ന് പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങൾ മോങ്ങത്താണ് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, വെള്ളാമ്പലത്ത് ഇറങ്ങാതെ. അവിടെ പോയിട്ട് ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് ജ്യൂസും പപ്സൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോന്നിരുന്നത്. ഓട്ടോ വിളിച്ചിട്ട് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം ഉമ്മച്ചിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലൂന് എൻ്റെ ബ്രദർ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിനി. ഉള്ളതുകൊണ്ട് തന്നെ ഓനന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ക്ഷീണവും പോയി വന്ന ഒരു ഉറക്കമൊക്കെ ആയപ്പോൾ ഞാൻ നല്ലൊരു സ്ട്രോങ് കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ്. ഞാനൊരു ഡെയിലി ചായയോ കാപ്പിയോ ഒന്നും കുടിക്കണ ഒരാളൊന്നും അല്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് കാപ്പി കുടിക്കാനൊരു ത്വര വരലുണ്ട്. കാപ്പിയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ കാപ്പി തിളക്കാൻ വേണ്ടി കാത്തിരുന്ന് ഫൈനലി അത് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്ലൂനും കോഫി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. കാപ്പി കുടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ആ ഒരു സ്മെല്ലുണ്ടല്ലോ, കാപ്പി ഉണ്ടാക്കുമ്പോൾ അടുക്കളയിലൊക്കെ വരുന്ന ഒരു സ്മെല്ല്. ആ ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്കൊരു എനർജി തരിക. അത് കുടിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ കാപ്പിയൊക്കെ ചൂടാറ്റി അല്ലുവിൻ്റെ ബോട്ടിലും എനിക്കൊരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തപ്പി നോക്കിയപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിനി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. മഗ്‌രിബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിനി. എനിക്കിപ്പോൾ 6:30 ആകുമ്പോഴാണ് ഞാൻ ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൽ. 6:35 6:45 ആവും തുടങ്ങുമ്പോഴത്തേന്, എല്ലാവരും വന്ന് സെറ്റ് ആകുമ്പോഴത്തേന്. അപ്പോൾ ഉറക്കം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണത്. ആസ്വദിച്ച് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് വന്നതിന് ശേഷം നോക്കുമ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ലൈറ്റ് ഇട്ടതിന് ശേഷം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം 3rd സ്റ്റാൻഡേർഡിനും പിന്നെ 4th സ്റ്റാൻഡേർഡിനുമാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ 3rd സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അല്ലുവിന് ഫുഡ് കൊടുക്കുകയാണ്. മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. 4th സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റുഡൻറ്റ് LSS കോച്ചിങ്ങിന് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഓൾ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ട്യൂഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അല്ലുവിന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഓന് മുട്ട പൊരിച്ചിട്ട് ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ മുട്ട പൊരിച്ചൊക്കെ കൊടുക്കുകയാണ്. എനിക്ക് മുട്ട നല്ലോണം പൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു വൈറ്റ് കളറിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ വേവും വേണം. ബുൾസൈ എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ല. അങ്ങനെയാണ് ചെയ്യൽ. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ബ്രൗൺ ആക്കിയിട്ട് മാറ്റും കേട്ടോ. കുറച്ചും കൂടി ബ്രൗൺ കളറിലാണ് ഉമ്മച്ചി ഉണ്ടാക്കുക. പക്ഷെ എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഓൾറെഡി ലഞ്ച് കഴിച്ചപ്പോൾ തന്നെ 4 മണിയൊക്കെ ആയിട്ടുണ്ടായിനി പോയി വന്നിക്കാണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഡിന്നർ കഴിക്കാൻ അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും തന്നെ ഒരു മുട്ട മാത്രം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഇട്ടിട്ട് ഒരു മുട്ട മാത്രം പൊരിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. തക്കാളി ഇട്ടിട്ട് മുട്ട പൊരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് പിന്നെ അതിക്ക് മുട്ട ഒഴിച്ച് പാരുകയാണ് ചെയ്തത്. അല്ലാഞ്ഞാലൊരു തക്കാളിൻ്റെ പുളിപ്പ് നല്ലോണം കുത്തും. ചിലർക്കൊന്നും മുട്ട പൊരിക്കുമ്പോൾ തക്കാളി ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല. അത് കഴിഞ്ഞ് അല്ലുവിന് ഫുഡൊക്കെ കൊടുത്ത് അവനെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ 4th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അവർക്ക് ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നപ്പോഴത്തേനും അല്ലോ എൻ്റെ അടുത്തുള്ള റൂമിലെ കട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിനി. അവനിങ്ങനെ ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നിട്ട് അംഗൻവാടിയിലൊക്കെ പോയി ക്ഷീണിച്ച് വന്നു. കാരണം അവന് ഉറങ്ങാൻ എപ്പോഴും ഞാനിങ്ങനെ തോളിലിട്ടിട്ട് ആട്ടി കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ക്ഷീണം കൊണ്ടേ കാര്യം മോന് പെട്ടെന്ന് ഉറങ്ങണത്. പിന്നെ ഞാനും തന്നെ ബോട്ടിലൊക്കെ വെള്ളമാക്കിയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ റൂമിലോട്ട് അവനെ മാറ്റി കിടത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഉപ്പച്ചിമ്മച്ചി കോലൊക്കെ ഡ്രസ്സ് എടുത്ത് വന്നിട്ടുണ്ടായിനി. പിന്നെ ഞാൻ മേലെ എഴുകിയിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.